വയോധികരായ സ്ത്രീകളെ കണ്ടെത്തി മാല പൊട്ടിക്കുന്നയാളെ ഇന്ന് പോലീസ് പിടികൂടി. തൃക്കാക്കര സ്വദേശി വിഷ്ണു അരവിന്ദാണ് പോലീസിന്റെ പിടിയിലായത്. നാഗപ്പുഴ വനമേഖലയിലേക്ക് ഓടിയ മോഷ്ടാവിനെ സാഹസികമായാണ് പോലീസ് വലയിലാക്കിയത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നേരെ ഇടി മേടിച്ചു കേട്ടാ, നിവർന്നില്ലെങ്കിൽ ഇടി മേടിച്ചു. ചടച്ച് വെള്ളം. യെസ്, രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, ഇയാളിപ്പോൾ ഏതെങ്കിലും ഒരു കേസുമായി തുടങ്ങിയ അന്വേഷണമാണോ അതോ ഇയാളെ പിടികൂടിയതിനു ശേഷമാണോ ഇത്രയും അധികം കുപ്രസിദ്ധ മോഷ്ടാവാണെന്ന് മനസ്സിലാകുന്നത്? അനശ്വര, മാർച്ച് 6-ന് കടുങ്ങല്ലൂർ മുപ്പത്തടം ഭാഗത്ത് 74 വയസ്സുള്ള വൃദ്ധയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർച്ച നടത്തിയ കേസിൽ ഉൾപ്പെട്ട ആളാണ് ഈ വിഷ്ണു അരവിന്ദ്. അത് സംബന്ധിച്ച് ബിനാനിപുരം പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തി വരികയായിരുന്നു. പ്രത്യേക ടീം രൂപീകരിച്ചായിരുന്നു ആലുവ റൂറൽ പോലീസിന്റെ അന്വേഷണം. ഈ വയസ്സായ സ്ത്രീകളെയൊക്കെ കണ്ടെത്തി അവരെ തിരിച്ചറിഞ്ഞല്ലെങ്കിൽ അവരെ കണ്ടെത്തി അവരുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിക്കുന്ന ഒരു രീതിയാണ്, അത്തരത്തിലൊരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് ഇയാൾക്ക് ഉള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. തൃക്കാക്കര സ്വദേശിയാണ് ഈ പറയുന്ന വിഷ്ണു. അതോടൊപ്പം കല്ലൂർക്കാട് വാടകയ്ക്ക് ഇപ്പോൾ താമസിക്കുകയാണ്. പോലീസ് സംഘം ഈ കല്ലൂർക്കാട് ഭാഗത്ത് എത്തിയ ഘട്ടത്തിൽ ഇയാൾ അവിടെ നിന്ന് കുതറിയോടി. തുടർന്ന് നാഗപ്പുഴ ഭാഗത്ത് വനമേഖലയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘവും ആ കാട്ടിലേക്ക് പോയി. പിന്നീട് നടന്നത് വ്യാപകമായിട്ടുള്ള സെർച്ചിങ് ആണ്. നാട്ടുകാരടക്കം ആ സെർച്ചിൽ ഭാഗവാക്കായി. അങ്ങനെ ഒരു സാഹസികമായിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണ് ഈ വിഷ്ണു അരവിന്ദ് എന്ന് പറയുന്നയാളെ പോലീസ് സംഘം പിടികൂടുന്നത്. കുത്തിയതോട് അതോടൊപ്പം തന്നെ കൊടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും സമാന സ്വഭാവമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മാല പൊട്ടിക്കൽ കേസുകൾ ഉൾപ്പെടെയാണ് ഇയാൾക്കെതിരെ ഉള്ളത് എന്നതാണ് ബോധ്യമാകുന്നത്. നേരത്തെ മുൻപ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ പിടിയിലായിരുന്നതാണ്. അന്ന് ഈ പൾസർ സുനി ദിലീപിന് ഒരു കത്ത് കൊടുത്തു വിട്ടിരുന്നു. അത് കൊണ്ടുപോകുന്നതിനൊക്കെ ഇടനിലനിന്നതുമായി ബന്ധപ്പെട്ട ആളായിരുന്നു ഈ പറയുന്ന വിഷ്ണു. അന്ന് പോലീസ് പിടികൂടിയതാണ്. പിന്നീട് ആ കേസിൽ അപ്രൂവറാക്കിയതാണ് ഇയാളെ എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇയാൾ ജയിലിലൊക്കെ കടന്ന ശേഷം പിന്നീട് ഇത്തരം പല കേസുകളിൽ ഉൾപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും റൂറൽ പോലീസിന്റെ ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ഈ രാത്രി അടക്കം നീണ്ടുനിന്ന ഓപ്പറേഷനിലൂടെ ഇയാളെ വലയിലാക്കുന്നത്. അങ്ങനെ പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്.